മലപ്പുറം ജില്ല ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി രണ്ടെണ്ണെങ്കിലും ആക്കണം. യഥാർത്ഥത്തിൽ പത്തനംതിട്ടയ്ക്ക് അപേക്ഷിച്ച് 4 ആക്കണം എന്നാ. പക്ഷെ നമ്മൾ തൽക്കാലം 2 നമ്മുടെ മലപ്പുറം ജില്ലയിൽ 2011 കണക്കനുസരിച്ച് 42 ലക്ഷം ജനങ്ങൾ 41,10,950 മനുഷ്യന്മാരുണ്ട് 2011 കണക്ക് പ്രകാരം ഈ മലപ്പുറം ജില്ലയിൽ 42 ലക്ഷം മനുഷ്യർ ഒരു കളക്ടറുടെ കീഴിൽ. അതുപോലെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിന്റെ സൗകര്യം പോലും ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജിന്റെ കീഴിൽ. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് എല്ലാത്തിനും ആഴ്ചയിൽ വാഹനം മാറി മാറി വാങ്ങാൻ ഫണ്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫണ്ട് വാഹനം 1/2 കോടിയുടേതാണെങ്കിൽ അവർക്ക് 100 കോടിയുടെ കാർ വാങ്ങാൻ ഫണ്ടിന്റെ പ്രശ്നമില്ല. അതേ സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ വെറും 2642 ചതുരശ്ര മൈലുള്ള കിലോമീറ്ററുള്ള പത്തനംതിട്ട ജില്ലയിൽ ആകെ 11,95,537 മനുഷ്യരാണുള്ളത്. ആ മനുഷ്യർക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒരു കളക്ടർ ഉണ്ട്. ഇവർ തിരുവനന്തപുരത്ത് പോലും നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്ത് പോലും അവിടെ ആകെയുള്ള മനുഷ്യന്മാരെ കണക്ക് നോക്കിയാൽ 33,07,284 മനുഷ്യരെ തിരുവനന്തപുരം ജില്ലയിലുള്ളൂ. എന്നാൽ ഇവിടെ 42 ലക്ഷം മനുഷ്യന്മാർ, അങ്ങ് വഴിക്കടവ് മുതൽ പൊന്നാനി വരെയുള്ള മനുഷ്യന്മാർ. അതിൽ വെളുത്ത് എത്രയോ കാടുകളിൽ കുടില് കെട്ടിയും കുടില് കെല്ലാതെയും ജീവിക്കുന്ന 10,000-ങ്ങളുണ്ട്. അവർക്കൊരു പ്രസവ വേദനപ്പെട്ടാൽ മരുന്ന് കൊടുക്കുവാൻ ആളില്ല, സംവിധാനമില്ല, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു വാഹന സൗകര്യങ്ങൾ പോലുമില്ല. പക്ഷേ ഏതോ തീവ്രവാദം ആരോപിക്കപ്പെട്ട സംഘടനകൾ മലപ്പുറം ജില്ല 2ആക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് തീവ്രവാദത്തിന്റെ മുദ്ര ചാർത്തി അതിനെ വിമർശിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വരെ 1926 ജൂൺ 26 മുതൽ ഇതുവരെയും ഒരു ലോക്കൽ പോലീസുകാരന്റെ പെറ്റി കേസ് പോലും ഇല്ലാത്ത ഈ പ്രസ്ഥാനം മലപ്പുറം ജില്ല ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി 2 ആക്കണം. യഥാർത്ഥത്തിൽ പത്തനംതിട്ടയ്ക്ക് അപേക്ഷിച്ച് 4 ആക്കണം എന്നാ. പക്ഷെ നമ്മൾ തൽക്കാലം 2 ആക്കണം. ഈ മുദ്രാവാക്യം ഈ ജില്ലയിലെ മനുഷ്യരുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ. അതുപോലെ നിങ്ങൾ നോക്കൂ, ഇവിടെ മഞ്ചേരി എലമ്പ അവിടെ എത്രയോ കിലോമീറ്റർ നടക്കണം ഒരു LP സ്കൂളിൽ. ആ നാട്ടിൽ ഒരു പൗരപ്രധാനി ഞാൻ സ്ഥലം തരാം, ബിൽഡിംഗ് തരാം, ഇവിടെ ഒരു LP സ്കൂൾ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അനുവദിച്ച് കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ആ പാവം നാട്ടുകാർക്ക്. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ മേഖലയിൽ, ആരോഗ്യത്തിന്റെ മേഖലയിൽ, മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലയിൽ മനുഷ്യന്മാരെ വേർതിരിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യ കൂട്ടായ്മ സൃഷ്ടിക്കുവാനും രൂപപ്പെടാനുമാണ് ഈ കേരള യാത്ര. അതുകൊണ്ട് തന്നെ നമ്മൾ മലപ്പുറം ജില്ല ഇവിടുത്തെ ജനപ്രതിനിധികളോട് നിങ്ങൾ ഇവിടുത്തെ മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് കൂടുതൽ ചികിത്സയും വിദ്യാഭ്യാസവും കിട്ടുന്നതിന് വേണ്ടി മലപ്പുറം ജില്ല വിഭജിച്ചുകൊണ്ട് മനുഷ്യരുടെ സൗകര്യത്തിനുള്ള ഒരു ജില്ല രൂപീകരിക്കാനുള്ള ഈ സമരത്തിലും പോരാട്ടത്തിലും നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകട്ടെ. ഇതിൽ തീവ്രതയും ഭീകരതയില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ്.